തിരുവഞ്ചൂർ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി തന്നെ പറയുകയാണ് നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ബജറ്റിൽ. ആ പ്രതീക്ഷകൾ തീർത്തും പ്രതീക്ഷകളെ പൂർത്തീകരിക്കുന്ന തരത്തിൽ ബജറ്റ് എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും സപ്ലൈകോയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണയില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഇതാ പ്രശാന്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രശാന്ത് സൂചിപ്പിക്കുന്ന തിരക്കേറെ സാധാരണ തിരക്ക് അനുഭവപ്പെടേണ്ട സമയത്ത് പോലും ഇപ്പോൾ സപ്ലൈകോയിൽ ആളുകൾ എത്തുന്നില്ല. ജനങ്ങളും അത് ബോധ്യപ്പെട്ടു തുടങ്ങുന്നു. സപ്ലൈകോയിൽ പോയിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് ജനങ്ങൾക്കും അവർക്കും അത്തരത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ്. സപ്ലൈകോ അന്യം നിന്ന് പോകുമോ? ഇങ്ങനെ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താകും സ്ഥിതി? യഥാർത്ഥത്തിൽ സപ്ലൈകോ വഴി സൗജന്യ നിരക്കിൽ 13 ഇനങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് കാലാകാലമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനം കുറെ കാലങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ വന്നപ്പോഴേക്ക് സ്ഥിതി വളരെ ദയനീയമാകാനുള്ള കാരണം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുകയും എന്നാൽ നിശ്ചിത സമയത്ത് പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്കുള്ള സപ്ലൈ നിർത്തിവെച്ചു. അവിടെ സപ്ലൈകോയുടെ അധികൃതരുടെ കുഴപ്പമല്ല, ഈ സപ്ലൈ നിർത്തുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സപ്ലൈകോ ഇതെല്ലാം കൈയൊഴിയുന്ന മട്ടിലാണ്. സപ്ലൈകോ അയച്ചിരിക്കുന്ന ഒരു സർക്കുലറിനകത്ത് പറഞ്ഞിരിക്കുക പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ്. പഞ്ചായത്ത് ഇവിടെ നിന്ന് ഏറ്റെടുക്കാൻ സൗജന്യമായ കെട്ടിടം കൊടുക്കണം, ബാക്കിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ സപ്ലൈകോ ഇപ്പോൾ അവർക്ക് സർക്കുലർ അയച്ചിരിക്കുകയാണ്. സാമ്പത്തികമായ ഒരു കൺസ്ട്രെയിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉയർത്തിക്കാട്ടുന്നത്. വളരെ തെറ്റാണ്. കാരണം ജനങ്ങൾക്ക് അവരുടെ ഭക്ഷണ സാധനത്തിന്റെ കാര്യങ്ങളാണ്. അത് സൗജന്യ നിരക്കല്ല എന്നൊരിക്കലും മര്യാദ നിരക്കിൽ അവർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള നടപടി ഉണ്ടാകണം. ആ നടപടിക്ക് ആവശ്യമായി ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് കാര്യമായി ഒരു സഹായം അതിന് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങളൊക്കെ കേട്ടത്. ഈ സാധാരണ സപ്ലൈകോ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ കരുത്താണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് സബ്സിഡി വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു കരുത്തും രാഷ്ട്രീയമൊക്കെ ആയിരുന്നു ഈ സപ്ലൈകോ എന്ന് പറയുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനത്തിൽ 29 രൂപയ്ക്ക് അരി കിട്ടുന്ന ഉൾപ്പെടെയുള്ള രീതിയിലേക്കുള്ള പുതിയ പദ്ധതികളും അങ്ങനെ അരി നൽകാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ ഭരിക്കുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നീട് എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഇത്തരത്തിൽ ഒരു രീതി ജനങ്ങളോട് കാണിക്കുന്നത്? ധാർഷ്ട്യമാണായിരിക്കും അത്? യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നില്ല. സ്റ്റേറ്റ് എക്സക്കറിൽ നിന്ന് കാര്യമായി തുക കൊടുക്കുന്നില്ല. പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് പോലും ഇപ്പോൾ അതങ്ങ് ചുരുക്കി എന്നുള്ളതാണ് സത്യം. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുടെ പണം കൊടുക്കാൻ പറ്റാതെ അവരുടെ മുമ്പിൽ ഏതാണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ഇവിടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ എന്തുണ്ടായില്ലെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യത്തിന് കേന്ദ്ര ഗവൺമെന്റാണ് ഉത്തരവാദികൾ എന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ വിളിക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പോ ഒരു കളി പുറത്തായി. കാരണം ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഒരു പങ്കുമില്ല. ഇത് സമ്പത്ത് വീതം വെച്ച സ്ഥലത്താണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത് എന്ന്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടായിരുന്നു. എന്നാൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ നാട് നീളെ ഈ സപ്ലൈകോ അടഞ്ഞു കിടക്കുന്നതിനെതിരെ സമരവും നടത്തുന്നുണ്ട്. ഒരു സ്ഥലത്ത് അവർക്കെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, മറുഭാഗത്ത് ഇവിടെ സമരം നടത്തുക. ഈ നടപടികൾ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇത് തട്ടിപ്പും പറ്റിപ്പും നടത്താതെ സത്യസന്ധമായി ഈ ബജറ്റിലെങ്കിലും കൂടുതൽ തുക കൊടുക്കുന്നതിന് തയ്യാറാവണം. അങ്ങനെ കേരള ജനങ്ങൾക്ക് ഭക്ഷണം മര്യാദ വിലയ്ക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികളാണ്. ശരി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് നമ്മളോട് പ്രതികരിച്ചത്.